എങ്ങോട്ടാണ് ഈ രാത്രി ബാഗൊക്കെ തൂക്കി പോകുന്നതെന്നല്ലേ? ഞാനൊരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു ഗൈസ്. ഒറ്റയ്ക്കൊരു ട്രിപ്പ്, അതായത് കുറേ അപരിചിതരുടെ കൂടെ ഞാൻ ഒറ്റയ്ക്കൊരു ട്രിപ്പ്. കുറേ കാലമായിട്ട് തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു, ഇപ്പോഴാണ് പോകാൻ കഴിഞ്ഞത്. ഇതാണ് നമ്മുടെ കോർഡിനേറ്റർ, ഇതാണ് നമ്മുടെ പോകുന്ന വാഹനം. ഞാനൊരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ വൈബ് ആവുമോ മിക്സ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അത് ഏകദേശം കറക്റ്റായി. അവരുടെ അത്ര വൈബിനൊന്നും ഞാൻ എത്തിയിട്ടില്ല. എന്നാലും നെക്സ്റ്റ് ഡേ ഞാനത് മേക്കപ്പ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വൈബൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം രാത്രി ആയപ്പോൾ വിശക്കാൻ തുടങ്ങി. ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ച് ഞാൻ അരമണിക്കൂർ ഒന്ന് ഉറങ്ങി. പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് കാട്ടിലൂടെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു മാനുണ്ട് എന്നൊക്കെ. അപ്പോൾ നോക്കിയപ്പം കുറച്ച് മാനുകളെയൊക്കെ അവിടെ ഇവിടെയും കണ്ടു. പിന്നെ ആനയുണ്ട് എന്നുള്ള ബോർഡൊക്കെ കാണുക എന്നല്ലാണ്ട് ആനേനൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എത്തിയിട്ടുണ്ട്. കാന്തല്ലൂർ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. ഞാൻ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം എടുത്ത വീഡിയോ ആണിത്. ഞാൻ ഫസ്റ്റ് തന്നെ റെഡിയായി. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും റെഡി ആവാനുള്ള ഒരു ടൈമുണ്ട്. അപ്പം ഞാൻ റോഡിൻ്റെ കൂടെ ജസ്റ്റ് ഇറങ്ങി ഒന്ന് നടന്നു. ഫുൾ തമിഴന്മാരാണ്. ചെറിയ ചെറിയ വീടുകളും വീടിന് മുമ്പിലൊക്കെ കോലമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു അവരുടെ അമ്പലമുണ്ട് മുകളിൽ, ഉത്സവമാണ് അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞു. അപ്പം അവിടേക്ക് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. ഇവിടുത്തെ ഭംഗി എന്താന്ന് വെച്ചാൽ എവിടേക്ക് നോക്കിയാലും മലയാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ചായ കുടിക്കാന്ന് വെച്ച് റൂട്ടിലെത്തി. ഈ ചേച്ചിയുടെ ഒരു കടയിലേക്കാണ് ചായ കുടിക്കാൻ പോയത്. ചേച്ചി തമിഴിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. 30 വർഷമായിട്ട് കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് സെറ്റിൽഡ് ആയതാന്നൊക്കെ പറഞ്ഞു. നമുക്കറിയാവുന്ന രീതിയിലൊക്കെ തമിഴും മലയാളം കൂട്ടിക്കലർത്തി എന്തൊക്കെയോ തിരിച്ചും മറുപടി പറഞ്ഞു. ചായയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ തണുപ്പൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സൂര്യേട്ടൻ്റെ വരവ്. എല്ലാവരെയും പുകയ്ക്കാനുള്ളൊരു വരവാണത്. ഉദിച്ചു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, തണുപ്പായിരുന്നു, നല്ല കാലാവസ്ഥയായിരുന്നു. പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ.